പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ US ഇറാൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടത്തിയില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയാലേ അന്തിമ ചർച്ചകൾ നടക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഖാലിബാഫ് പറഞ്ഞു. അതിനിടെ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിന്റെ ഷെഡ്യൂള് പുറത്തുവന്നു. ഇറാന് പുറമെ ഇറാഖിൽ വെച്ചും ചടങ്ങുകൾ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുക്കുമെന്നാണ് വിവരം. അജയ് സുധാപിച്ചുകൊണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഈ US-ഉം ഇറാനും തമ്മിലുള്ള ഈ പ്രത്യാക്രമണങ്ങളൊക്കെ അവസാനിച്ചെങ്കിൽ പോലും ഒരു ധാരണയിലെത്താൻ ഇപ്പോഴും കഴിയാത്തത് ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണോ? ഇപ്പോൾ ഈ ഖത്തറിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടക്കുമെന്ന് കരുതിയെങ്കിൽ പോലും അതും സംഭവിച്ചില്ല. ഇതിനി നീളുവാണോ? ദോഹയിൽ ഇപ്പോൾ എന്തായാലും അമേരിക്കൻ പ്രതിനിധികളും അതുപോലെ തന്നെ ഇറാന്റെ പ്രതിനിധികളും തുടരുന്നുണ്ട്. പക്ഷേ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഒരു ഔദ്യോഗിക ചർച്ച ഇല്ല എന്ന് തന്നെയാണ് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ആണെങ്കിലും ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി ആണെങ്കിലും ഇക്കാര്യം എടുത്തു പറഞ്ഞതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ദോഹ സന്ദർശനം ഉണ്ടെങ്കിലും ഇത് അമേരിക്കൻ പ്രതിനിധികളോട് ചർച്ച ചെയ്യാനല്ല എന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുന്ന കാര്യവും അതുപോലെ ഈ കരാർ വ്യവസ്ഥയിലുള്ള മറ്റ് ഉപാധികളും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതികൾ വിലയിരുത്താനാണെന്നുമായിരുന്നു ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗിയാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ ഒരു പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുമായി ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തണമെങ്കിൽ ആദ്യം US-മായി നിലവിൽ ഒപ്പിട്ടിരിക്കുന്ന 14 ധാരണാപത്രത്തിലുള്ള ചില പ്രധാന വ്യവസ്ഥകൾ നടപ്പിലാക്കണം. ഏറ്റവും കുറഞ്ഞത് 5 വ്യവസ്ഥകളെങ്കിലും നടപ്പിലാക്കണമെന്നാണ് MB ഖാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ എണ്ണ വിൽപ്പന നടത്താൻ വേണ്ടി അമേരിക്ക അനുമതി നടത്തിയിരുന്നു. അപ്പോൾ ഈ എണ്ണ കയറ്റുമതിക്ക് എത്രയും വേഗം തന്നെ അനുമതി നൽകണം. അതിനു വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് മരവിപ്പിച്ചു വെച്ചിട്ടുള്ള ഇറാന്റെ സ്വത്തുവകകൾ എത്രയും വേഗം വിട്ടു നൽകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ലെബനന്റെ വിഷയവും ഇറാൻ ഒരു ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലെബനനിൽ ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും അവിടെ ആക്രമണം തുടരുകയാണ്. അതുകൊണ്ട് ലെബനിലുള്ള ഇസ്രായേൽ അധിനിവേശം എത്രയും വേഗം നിർത്തലാക്കണം എന്നുള്ള ഒരാവശ്യവും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ അവസാന ഒരു അന്തിമ സമാധാന കരാറിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് തങ്ങൾ കടക്കൂ എന്നാണ് ഇറാന്റെ നിലവിലുള്ള നിലപാട്. US-നെ പ്രതിനിധീകരിച്ച് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറുമാണ് ഇപ്പോൾ ഖത്തറിലെത്തിയിട്ടുള്ളത്. ഇരുവരും ഖത്തറിന്റെ പ്രധാനമന്ത്രിയുമായിട്ടും വിദേശകാര്യമന്ത്രിയുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇപ്പോൾ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് ഒരു പേർഷ്യൻ തന്ത്രമാണെന്നാണ് US-ന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നേരിട്ട് കണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കൂടിക്കാഴ്ചകളൊന്നും നടക്കുന്നില്ല എങ്കിലും ടെക്നിക്കലായിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരുമെന്നും ഇതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് US-നാണെന്നും JD വാൻസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ജൂലൈ 4 മുതൽ 9 വരെ തീരുമാനിച്ചിട്ടുള്ള ആ ചടങ്ങുകളുടെ മൊത്തം ഷെഡ്യൂൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന് പുറമെ ഇറാഖിലുള്ള ചില പുണ്യസ്ഥലങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ച് പൊതുദർശനം അതുപോലെ മറ്റ് പൂജകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജൂലൈ 3-ാം തീയതി, അതായത് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നത് ജൂലൈ 4-നാണ്. അതിന് ഒരു ദിവസം മുൻപ് വിദേശകാര്യ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഇറാനിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടി പ്രത്യേക ഒരു ട്രിബ്യൂണൽ പൂജ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇറാൻ ക്ഷണിച്ചിരുന്നത്. പക്ഷേ നരേന്ദ്രമോദി ജൂലൈ 6 മുതൽ 9 വരെ ഒരു വിദേശ സന്ദർശനത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന്റെ ക്ഷണം അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബീഹാർ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും അതുപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരിറ്റയുമായിരിക്കും ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത്.
അവസാനം അദ്ദേഹത്തിൻ്റെ ആയത്തുള്ള അലി ഖമനയുടെ ജന്മനാടായിട്ടുള്ള മഷാദിൽ വെച്ചായിരിക്കും പൂർണ്ണമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആയത്തുള്ള അലി ഖമനയുടെ മകനായിട്ടുള്ള മുജിതബ ഖമനയി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമോ എന്നുള്ളതും ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉയർത്തുന്ന ഒരു ഘടകമാണ്. ഈ സാഹചര്യം അത് വ്യക്തമാണ്. മുജിതബ ഖമനി എത്തുമോ എന്നുള്ളത് വളരെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം പബ്ലിക് അപ്പിയറൻസസ് ഒന്നും അങ്ങനെ നടത്തിയിട്ടുമില്ല. പക്ഷെ ഒരു ചോദ്യം ഇവിടെ ഈ അന്തിമ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണല്ലോ. കാരണം ഇപ്പോൾ ജൂൺ 17-നാണല്ലോ ഈ ഇടക്കാല കരാർ എന്നുള്ള രീതിയിലേക്ക് ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നത്. ആ സാഹചര്യത്തിൽ 60 ദിവസമാണ് അവർ വെച്ചിരിക്കുന്ന കാലാവധി. ജൂൺ 17 നിന്ന് ഇന്ന് നോക്കുമ്പോഴേക്കും ജൂലൈ 1-ാം തീയതി ആയിട്ടുള്ളൂ. ദിവസങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ ഇറാൻ്റെ ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെ വൈകിപ്പിക്കാനുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പേർഷ്യൻ തന്ത്രമാണെന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാനദണ്ഡങ്ങൾ കൃത്യമാക്കുക, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ നിർദ്ദേശങ്ങൾ വരുന്നു, ഇതിനകത്ത് കൂടുതൽ സങ്കീർണമാവുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ടോ ഈ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ? കാരണം നമ്മൾ ഫെബ്രുവരി 28 മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പല രീതിയിലുമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. ഇറാൻ ഇപ്പോൾ ഈ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പല മേഖലകളും തങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവരാനാണ്. ഇതിനു മുൻപേ നമുക്കറിയാം, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വരെ ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയായിരുന്നു. അവിടെ ഒരു രാജ്യത്തിൻ്റെയും പ്രത്യേക അധികാര പരിധി ഇല്ലായിരുന്നു. പക്ഷേ ഈ കരാറിൽ തന്നെ അമേരിക്കയുമായി ഒപ്പിട്ട 14 ധാരണാപത്രത്തിൽ തന്നെ പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷ അത് ഇറാനും ഒമാനും ചേർന്ന് നിർവഹിക്കണം എന്നുള്ളതാണ്. അതായത് ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ തുടരുന്നതുവരെ. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് പറയുന്നത് ഹോർമുസ് എന്ന് പറയുന്നത് ഇറാന്റെ അധികാര പരിധിയുടെ ഒരു നിർണായക ഘടകമാണെന്നാണ്. അപ്പോൾ ഈ ഹോർമുസിൽ തങ്ങളുടെ പിടിമുറുക്കി ഇറാന്റെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള പല ഉദ്ദേശങ്ങളും ഇറാന് ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് കാരണം തന്നെയാണ് ഹോർമുസിൽ ഇറാന്റെ നിർദ്ദേശമനുസരിച്ച് പോകാത്ത ചില കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതുമാത്രമല്ല, ഇപ്പോഴും കടലിൽ പല ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള സീമൈനുകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പലുകൾ കൂടുതലായി കടന്നു പോകുന്നത് ഒമാൻ തീരത്ത് കൂടിയാണ്. ഇറാന്റെ പരിധിക്കുള്ളിലോ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിന്റെ മധ്യത്തിലൂടെയോ കടന്നു പോകാൻ പല കപ്പലുകളും ഇപ്പോഴും തയ്യാറായിട്ടില്ല. സ്വതന്ത്ര ഗതാഗതം ഇപ്പോൾ ഉണ്ടെങ്കിലും കൂടുതൽ ഒമാൻ തീരത്തിലൂടെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരത്തിൽ പല ഭീഷണികളിലൂടെ, സീമൈനുകളിലൂടെ ആണെങ്കിലും അപ്രതീക്ഷിതമായി നടത്തുന്ന ആക്രമണങ്ങളിലൂടെയാണെങ്കിലും ഹോർമുസ് ഇറാന്റെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവന്ന് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കം ഇറാൻ നടത്തുന്നുണ്ട്. ദൈവം ഇറാന് വേണ്ടി കനിഞ്ഞനുഗ്രഹിച്ചു തന്ന ഒരു വരമാണ് ഹോർമുസ്, പ്രത്യേകിച്ച് ഈ യുദ്ധകാലത്തെന്ന് MP ഖാലിബാഫ് പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘടകങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ ലെബനനെ ഇറാന് ഒട്ടും വിട്ടുകളയാൻ സാധിക്കില്ല. ലെബനനിൽ കൂടി ആക്രമണം അവസാനിപ്പിക്കണം എന്നൊരു നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ഒരു സഖ്യകക്ഷിയാണ് യുദ്ധത്തിൽ അവരെ സഹായിക്കുക കൂടി ചെയ്തിരുന്നു. അതുകൊണ്ട് ലെബനന്റെ കാര്യം കൂടി സേഫാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇറാന്റെ ഒരു സാമ്പത്തിക സ്രോതസ്, അത് ആ ഒരു ഉദ്ദേശം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എണ്ണ കയറ്റുമതി അനുവദിക്കണമെന്നും അതുപോലെ സ്വത്തുവകകൾ വിട്ടു നൽകണം എന്നുള്ള കാര്യത്തിലും ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. ശരി, വ്യക്തമാണ്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്.